അപ്പോൾ ചാറ്റ് പോകുമ്പോൾ ആദ്യത്തെ ഒന്ന് പോയി, രണ്ടാമത്തെ ഒന്ന് പോയി, മൂന്നാമത്തതും പോയി, നാലാമത്തെ വന്നിട്ട് എങ്ങോട്ടായി സിനിമയിലെ, അതായത് ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ സിനിമയിലെ തന്നെ ആക്ടർ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുള്ള ഓരോരോ രംഗങ്ങളുണ്ട്. അതായത് വെറുതെ ഇങ്ങനെ സ്നാപ്പ് പോലെ അങ്ങനത്തെ സംഭവം പോലെ ഇട്ടതാണ്. പക്ഷേ ഇതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് പുള്ളി വെച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ, അതായത് സിനിമയിലെ മെയിനായിട്ട് വരുന്ന ക്ലൈമാക്സിൽ ഒരാൾ മരിച്ചു കിടക്കുന്ന സിനിമ ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും ഇറങ്ങാത്തൊരു സിനിമത്തെ ദൃശ്യങ്ങൾ ലീക്കാവുന്നത് ആ പ്രൊഡ്യൂസറിന് എത്രത്തോളം സങ്കടമുള്ള ഒരു കാര്യം. കാരണം അയാൾ ഓൾറെഡി 25-35 കോടി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പം ഒരു തെറ്റും ചെയ്യാതെ ഈ ഇറങ്ങാൻ പോണ ഒരു സിനിമത്തെ വിഷ്വൽസ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്യൂബ്സ് ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നത്, ഇന്നാവണത് ആ ഒരു സമയത്താണ്. കാരണം മെയിൻ ക്ലൈമാക്സിലത്തെ ഒരു വിഷ്വൽ വന്നു, ഞങ്ങളൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്, വന്നു, മോർച്ചറിയത്തെ വിഷ്വൽ വന്നു, ഓരോന്ന് ഇവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവർ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലാവണില്ല. അതിൽ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞപ്പം ഇവർ പറഞ്ഞു, ഈ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തി പറഞ്ഞു, എന്താ പോലെ യൂസ് ചെയ്ത ടേം എന്ന് എനിക്കറിയില്ല, ഈ യുവതി ആവശ്യപ്പെടുന്നത് ഇതിന് ഇത്ര എമൗണ്ട്, അതായത് 25 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞത് വലിയ എമൗണ്ട് ആയിരുന്നു, ആ എമൗണ്ട് കൊടുക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട് പിന്നെ കുറപ്പിക്കാൻ പറ്റുമെന്നൊക്കെ എന്നോട് ചോദിച്ചത് ഈ നടൻ്റെ മാനേജർമാരാണ് കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് ആദ്യം പറഞ്ഞ വലിയ തുക ഇവർ കൊടുക്കാൻ എന്തായാലും റെഡിയല്ല. ഇങ്ങനെ എമൗണ്ട് കിട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, കേസ് പിൻവലിക്കാം, ഈ സിനിമയിലെ ദൃശ്യങ്ങൾ ഞങ്ങൾ റിമൂവ് ചെയ്യുക, ഞങ്ങൾ ഈ പ്രൈവറ്റ് ചാറ്റുകൾ റിമൂവ് ചെയ്യുക, ഈ കാര്യങ്ങൾ മൊത്തം ഈ പൈസ തന്നാലും ഞങ്ങൾ സെറ്റിൽ ആവുക എന്നുള്ളത് എൻ്റെ കാസറ്റും ഈ യുവതിയും പറയണം. അതായത് എന്നോട് യുവതിയല്ല വന്ന് പറയണത്, യുവതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം. കാരണം യുവതി ഈ കംപ്ലയിൻസും കാര്യങ്ങളായിട്ട് പോയിട്ടുള്ളത്, സ്ക്രീൻഷോട്ട് ഫുൾ അയച്ചു കൊടുത്തുള്ളത് എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിക്കാണ്. അപ്പോൾ യുവതിൻ്റെ സൈഡ് ഫുൾ എന്നോട് വന്ന് സംസാരിക്കുന്നത് എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത് ഫുള്ള് തന്നാൽ, പൈസ ആയിട്ട് തന്നാൽ നമ്മൾ കംപ്ലയിൻറ്റിന് പോകില്ല, നമുക്ക് ആരോപിച്ചതിന് കംപ്ലയിൻ്റ് ഇല്ല, നമുക്ക് വിവാഹ വാഗ്ദാനം നൽകിയതിന് കംപ്ലയിൻ്റ് ഇല്ല, നമുക്ക് ബാക്കി എന്ത് നടന്നോ അതിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. പൈസ കിട്ടിയാൽ ഞങ്ങൾ കംപ്ലയിൻറ്റുകൾ പിൻവലിക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കണത്, ഇങ്ങനത്തെ ആരോപണങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ നടൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കേണ്ട രീതി എന്താണ്, നിയമപരമായിട്ട് നേരിടുകയാണ്. അല്ലാതെ എനിക്ക് ഇത്രയും പൈസ തന്നാൽ, 25 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും പൈസ നിന്നെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കേസിനൊന്നും പോകില്ല. അപ്പം തന്നെ ഇപ്പം കൃത്യം വ്യക്തമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. എന്താണ് യുവതിയും എൻ്റെ കാസറ്റ് ഉദ്ദേശിച്ചതും, ഇത് എന്തൊക്കെ നടന്നതുകൊണ്ടായിരിക്കും ഈ നടൻ ഈ സംഭവം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി 25 ലക്ഷം സ്പോട്ടിൽ, അതായത് അന്നേ ദിവസം തന്നെ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയെന്നുള്ളതും ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നേക്കും. ഇനിയിപ്പോൾ എനിക്കെതിരെ വരുന്ന ആരോപണങ്ങളാണ്, ഞാൻ ഹവാല ഏജൻറ്റ്, ഞാൻ എൻ്റെ എല്ലാ വണ്ടികളാണെങ്കിലും എൻ്റെ ഫേംസ് ആണെങ്കിലും കൃത്യമായ ഡാറ്റയോട് കൂടി ഞാൻ EMI അടച്ചു പോകുന്ന ആളാണ്. എൻ്റെ എല്ലാ വണ്ടികൾക്കും, അതായത് എൻ്റെ അക്കൗണ്ട് ത്രൂ ആണ് എൻ്റെ ട്രാൻസാക്ഷൻസ് ഫുള്ള് നടക്കുന്നത്. GST അടച്ചു പോകുന്ന ആളാണ്, ITR ഫയൽ ചെയ്ത് പോകുന്ന ആളാണ്, ഈ ഓരോ ഇവൻറ്റിനും TDS കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന മനുഷ്യനാണ്. അപ്പം ഈ യുവതി എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ പൈസ ചോദിക്കുകയാണ്. പൈസ ചോദിച്ചിട്ട് പൈസ എന്നുള്ളൊരു കാര്യം ഇതിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ മാനേജറോട് പറഞ്ഞു. കാരണം ചെറിയ മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കാൻ മെസ്സേജ് അയക്കണതൊക്കെ ഓക്കെയാണ്, പക്ഷേ പൈസ തന്നാലും ഞങ്ങൾ സെറ്റിൽ ആവാമെന്ന് ഈ യുവതി ഹക്കീമും പറഞ്ഞതോടെ, ഹക്കീമാണ് യുവതിൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്, ഹക്കീം പറയണതോടെ എനിക്ക് മനസ്സിലായി സംഭവങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിലല്ല എൻ്റെ ആവാൻ പോണത്. ഇത് വലിയ ഗുരുതര പ്രശ്നങ്ങളാണ്. ഞാൻ ഇടയിൽ നിൽക്കുന്നത് ഒരു മണ്ടൻ കേസാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഒരിക്കലും പിന്നെ അഞ്ചന്മാർ വരെ എന്നെ ചീത്ത പറഞ്ഞ കാര്യമുണ്ട്, എന്ത് തേങ്ങക്കാണ് അതിൽ പോയി തല വെച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാനിതിൽ വരാനുണ്ടായ സാഹചര്യം, ക്യൂബ്സ് ഇറക്കുന്ന ഒരു സിനിമൻ്റെ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്യൂബ്സിൻ്റെ സൈഡിൽ നിന്നും പ്രൊഡ്യൂസർ മാനേജർ സൈഡിൽ നിന്നൊക്കെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ഹനാനെ നീ ഒന്ന് സംസാരിക്കുക. ഒന്ന് ഈ സിനിമയിലെ ദൃശ്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ എന്താ വെച്ചാൽ അവനവന് വരുത്തി വെച്ച് കഴിഞ്ഞാൽ അവനവൻ എന്തെങ്കിലും കുത്തിതീർപ്പ് വെച്ച് കഴിഞ്ഞാൽ അവനവൻ സ്വീകരിക്കുക. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതമാർഗ്ഗം, ഇത്രയും ആൾക്കാർ ചെയ്ത സിനിമയുടെ ദൃശ്യങ്ങൾ മൊത്തം ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ ആ സിനിമ ഇറങ്ങിയിട്ട് അതിലത്തെ മെയിൻ സീനുകളൊക്കെ വാട്സപ്പ് കൂടെ ഇറങ്ങിയിട്ട് പിന്നെ ആ സിനിമ ഇറക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ. ഈ ഹക്കീം എന്നുള്ള വ്യക്തി, എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തി ഒരിക്കലും ഇവരായിട്ടോ, ഈ പ്രൊഡക്ഷൻ ഹൗസിലെ മാനേജേഴ്സായിട്ടോ, PR ടീമായിട്ടോ, ഈ നടൻ്റെ മാനേജറായിട്ടോ സംസാരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ റെക്കോർഡ് ചെയ്യും. എന്തൊക്കെയാണല്ലോ ഇതൊരു എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞല്ലോ, അതായത് പൈസ തട്ടിക്കുന്ന സംഭവമാണ്. അപ്പം ഇവർ റെക്കോർഡ് ചെയ്യും. ഞാനാവുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, ഇവർക്ക് ഇന്നെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ, ഇന്നെ വെച്ചിട്ട് കാര്യങ്ങൾ നീക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കിത് റെക്കോർഡ് ചെയ്ത് പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം ഇവർ തമ്മിൽ ഇത് വരുത്തി വെച്ചതൊക്കെ ഈ ഒരു യുവതിയും ഈ ഒരു അഭിനേതാവും ഈ കംപ്ലയിൻറ്റ് പോയി പറഞ്ഞ ഹക്കീം, ഈ വ്യക്തികളാണ് ഇതൊക്കെ വരുത്തി വെക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇത് നാലാളെ കാണിക്കേണ്ട ഒരു സംഭവമല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതായിരുന്നു ഈ യുവതിയും ഹക്കീമും ഇന്നതിൽ ഇടയിൽ നിർത്താനുള്ള കാരണമായിട്ട് ഞാൻ കാണുന്നത്.
എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിനോടും പറഞ്ഞു ഞങ്ങളെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം, നമുക്ക് ഇനിയും കാര്യങ്ങൾ നമുക്ക് ഒത്തുതീർപ്പാക്കാം, പക്ഷേ ഇടയിൽ നിൽക്കുന്നത് ഹനാൻ മാത്രമായിരിക്കണം, ഓനെ നമുക്ക് ഇതിൽ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ പറഞ്ഞാൽ. ഈ എന്താ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല. കാരണം എന്താ വെച്ചാൽ ഇത് തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഞാൻ ഒന്നാമത് സെറ്റിലില്ല, ഈ കാര്യങ്ങളോ ഫോൺ കോൾസോ വരുമ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട് പണിയിലും കാര്യത്തിലുമാണ്. എനിക്കിത് റെക്കോർഡ് ചെയ്തിട്ട് സെറ്റിലാവണത് തന്നെ അന്നത്തെ ഒരു ദിവസം എൻ്റെ ഫോണിക്ക് അഭിനേതാവിൻ്റെ ഒരു 100 കോള്, അഭിനേതാവിൻ്റെ മാനേജർ ഒരു 100 കോള്, പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരു 100 കോള്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തിന് ഇന്ന ഇടനിലക്കാരനാക്കി, വേറെ ആരെയും ചൂസ് ചെയ്യാതെ ഇതിൽ ഇടനിലക്കാരനാക്കിയൊരു കാര്യം ഉണ്ടാവുമല്ലോ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഈ സ്ത്രീയും കാര്യങ്ങളും ഉന്നയിക്കുമ്പോൾ ഇവരും ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ഇവർക്കറിയാം. അതായത് ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽ കുടുക്കിയിട്ട് അകത്തുനിന്നുള്ള പൈസ ഇവർ വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങുമ്പോൾ ഈ ഇടനിലക്കാരനായിട്ട് ഒരിക്കലും പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരാളെ പിടിച്ച് നിർത്താൻ പറ്റില്ല. ഇയാളും നാളെ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് ഈ സിനിമയെ ബാധിക്കുന്ന കാര്യമുണ്ട്, ഇവർ ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഈ അഭിനേതാവിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾക്കും എന്ത് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല, ഇതിൽ മീഡിയേറ്ററായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഇവരും എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ലൊക്കേഷനിലല്ല എന്നുള്ള കാര്യം ഇവർ വ്യക്തമായിട്ട് സംസാരിച്ച് ഇന്നേറ്റ് ഉറപ്പുവരുത്തിയ കാര്യമാണ്. ഞാൻ ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ ഇവർക്കും അറിയാം. ഞാൻ ഇപ്പം ആലോചിച്ച് കൊണ്ട് അന്ന് ഞാൻ ലൊക്കേഷനിലായാൽ മതിനു, കാരണം എനിക്കൊന്നും അതിൻ്റെ ഇടയിൽ നിൽക്കണ്ടില്ലേനു. ഞാനന്ന് ദൈവം സഹായിച്ച് ഞാൻ ലൊക്കേഷനിൽ പെടാതെ പോയി. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അന്ന് പോയി ലൊക്കേഷനിൽ ഇരുന്നാൽ മതി, അങ്ങനെ ഈ കോളൊന്നും ഇന്ത്യക്ക് വരില്ല. അങ്ങനെ ഇന്നതിൻ്റെ ഇടയിൽ നിർത്തി ഇങ്ങനെ 25 ലക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിലാവും എന്നുള്ള കാര്യം പറയാണ്. പൈസ എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെറിയ സംഭവങ്ങളല്ല. അപ്പോൾ ആദ്യം പൈസ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ ഈ അഭിനേതാവിൻ്റെ മാനേജറെ വിളിച്ച് പറഞ്ഞു ഇത് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തന്നെ ഇടപെടി. കാരണം നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഈ യുവതിനെ കൊണ്ടുവന്നതും ഈ പ്രശ്നങ്ങളും യുവതിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഈ യുവതി പരാതികൾ പോയി പറഞ്ഞത് ഈ ഒരു വ്യക്തിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെട്ട് നിങ്ങൾ തീർക്കി. കാരണം നമ്മളതിൽ ഇടയിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തവരാണ് ഈ കാര്യങ്ങൾ അവസാനം വരെ നിൽക്കേണ്ടത്. പക്ഷേ ഈ യുവതിയും ഈ എൻ്റെ കാസറ്റ് എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഹനാനല്ലാതെ ഇതിൽ ഒരാളും ഇടയിൽ നിൽക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കിത് റെക്കോർഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഈ കോൾസ് ഫുള്ള് റെക്കോർഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് എനിക്കിത് ആരെ കൊണ്ടേ കാണിക്കാനാണ്, എനിക്ക് ആരോട് പരാതിപ്പെടാനാണ്. പിന്നെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യേണ്ട ആൾക്കാർ, അതന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഇതൊക്കെ നടന്ന റെക്കോർഡ് ചെയ്യേണ്ട ആൾക്കാർ ഈ യുവതിയാണ്. 2, ഈ യുവതി ഈ പൈസ വാങ്ങിയതിനെതിരെയും ഈ എൻ്റെ കാസറ്റ് പൈസ വാങ്ങിയതിന് പരാതി ഉണ്ടെങ്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ആൾക്കാർ അഭിനേതാവിൻ്റെ മാനേജറാണ്. അപ്പം ഞാൻ പറയണത്, ഞാൻ എന്ത് അന്വേഷണത്തിനും ഞാൻ റെഡിയാണ്. അതായത് എൻ്റെ ഫോൺ കോൾക്ക് അന്ന് വന്ന ഫുൾ കോളിൻ്റെ ഡാറ്റ എന്നോട് നാളെ പോലീസ് ചോദിക്കുകയാണെങ്കിൽ ഇത് ഹാജരാക്കാൻ ഞാൻ റെഡിയാണ്. കാരണം ഞാൻ ഈ കേസിൽ അഭിനേതാവിൻ്റെ പൈസ തട്ടാനോ അല്ലെങ്കിൽ അഭിനേതാവിനെ വഞ്ചിക്കാനോ അല്ലെങ്കിൽ ഈ യുവതിക്ക് പൈസ വാങ്ങി കൊടുക്കാനോ ഒന്നും നിന്നൊരാളല്ല. അതായത് ഈ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു സംഭവം തെറ്റ് നടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ചാമ്പേണ്ട ഒരു ആവശ്യം, അതായത് ഹനാൻ എന്നുള്ളൊരു വ്യക്തിക്ക് ഇല്ല എന്ന് വരുന്നത് കൊണ്ടാണ് ഇന്നെ പിടിച്ചതിൻ്റെ ഇടയിൽ ഇട്ടത്. പിന്നെ ഞാൻ പറയണ സംഭവം, പൈസ ആദ്യം റിക്വസ്റ്റ് ചെയ്തത് വലിയ എമൗണ്ട് ആയിരുന്നു. വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു 50 ലക്ഷത്തിൻ്റെ അടുത്താണ് ഇതിൻ്റെ റിക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം ഈ അഭിനേതാവ് പറയുന്നുണ്ട് പൈസ കൊടുക്കാൻ ഞങ്ങൾ റെഡിയല്ല, പൈസ കൊടുക്കണില്ല, കാര്യങ്ങൾ കൊടുക്കണില്ല. അപ്പോൾ ആദ്യം ഒരു സ്ക്രീൻഷോട്ട് വന്നു. പിന്നെയും ചോദിച്ചു പൈസ തരുന്നുണ്ടോ, അപ്പോൾ അടുത്ത സ്ക്രീൻഷോട്ട് വന്നു. അപ്പം അങ്ങനെ സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ കൂടിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അഭിനേതാവ് എന്തിന് തയ്യാറാവുകയാണ്, എന്നാൽ ഇതിന് കൂടി വരണ്ട, നമുക്ക് പൈസ കൊടുക്കാം നമ്മൾ റെഡിയാണെന്നുള്ളൊരു സംഭവം വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, ഞാൻ ഇവരെ ഫോൺ നമ്പർ തരാം, നിങ്ങൾ ഇവരെ വിളിക്കി. പക്ഷേ ഇവർ ജന്മമുണ്ടെങ്കിൽ ഇവർ വിളിക്കണ കോള് ഈ എൻ്റെ കാസറ്റ് എടുക്കണില്ല. എൻ്റെ കാസറ്റ് ആണെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെടാൻ റെഡിയല്ല. 2 ടീമിനും ഇതിൻ്റെ ഇടയിൽ വരരുത്. ഇടയിൽ ഈ പാവം ഞാൻ കുടുങ്ങി ഉള്ളത് പറയാലോ. ഞാനിതിൻ്റെ ഇടയിൽ എൻ്റെ അഞ്ചന്മാരുടെ അടുത്ത്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ അഞ്ചന്മാരുടെ അടുത്ത് വരെ ചീത്ത കിട്ടിയിട്ട് എനിക്ക് മതിയായി. എന്ത് തേങ്ങാക്കൊലക്കാണ് ഇതിൻ്റെ ഇടയിൽ പോയി നിന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം ആദ്യം പേഴ്സണൽ ചാറ്റ് ഇട്ടു, പിന്നെ ലൊക്കേഷനിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ലീക്കാക്കി തുടങ്ങിയപ്പോഴാണ് പ്രൊഡക്ഷൻ ഹൗസും കൂടി ഇടപെട്ടത് ഇത് എങ്ങനെയാ വെച്ചാൽ പരിഹരിക്കണം എന്നുള്ള കാര്യം പറയണത്. അപ്പോൾ പ്രൊഡക്ഷൻ ഹൗസ് ഇതിൽ ഈ നായകന് നൽകിയിട്ടുള്ളത്, ഈ നായകൻ സിനിമയിൽ അഭിനയിച്ചതിനുള്ള പ്രതിഫലം മാത്രമാണ്. ഈ പ്രതിഫലം നേരത്തെ ചോദിച്ച നായകൻ്റെ സൈഡിൽ നിന്ന് നായകൻ നേരത്തെ ചോദിച്ചപ്പം ഇയാൾക്ക് ഈ പ്രൊഡക്ഷൻ ഹൗസ് വേഗം പ്രതിഫലം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ പൈസ, ഇനി അടുത്ത സാധനം പറയട്ടെ കേട്ടോ. അപ്പം യുവതിൻ്റെ സൈഡ് പറഞ്ഞു, പോലീസിൽ പരാതിപ്പെടേണ്ടത് പറഞ്ഞു, ലൊക്കേഷനിൽ കണ്ടത് പറഞ്ഞു, ഫോട്ടോസും വീഡിയോസും ലീക്കാക്കിയത് പറഞ്ഞു. പൈസ കിട്ടാതെ വന്നപ്പോൾ പുതിയ സ്ക്രീൻഷോട്ടുകൾ കൊണ്ടുവന്നു. അങ്ങനെയാണ് പൈസ കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇന്നോട് ഈ അഭിനേതാവിൻ്റെ മാനേജർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ കുറേ പ്രാവശ്യം ഇതിന് ഇറങ്ങാൻ ശ്രമിച്ചാണ്. കാരണം ഇത് വ്യക്തമായിട്ടും ഈ ഫോൺ കോൾസിൽ ഉണ്ടാവും. നാളെ അത് പോലീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്, എൻ്റെ ഫോൺ ഹാജരാക്കി. ഇതേപോലെ അഭിനേതാവും ഈ യുവതിയും എല്ലാവരും, ഈ ഹക്കീമും എല്ലാവരും അവരുടെ ഫോൺ കോളുകളും സംഭവങ്ങളും മെസ്സേജുകളും ഹാജരാക്കാൻ അവിടെ റെഡി ആകുമ്പോൾ ആരാണ് കുറ്റം ചെയ്തവർ, ആരാണ് പൈസ വാങ്ങിയത്, പൈസ വാങ്ങിയതിൻ്റെ റീസൺ എന്താണ്, പൈസ കൊടുക്കാനുള്ള റീസൺ എന്താണെന്നൊക്കെ ഉള്ളത് നാളെ പുറത്ത് വരും.
അപ്പം ഇതിനെല്ലാവരും റെഡി ആവണം. അതാണ് എനിക്ക് പറയുന്നത്. എല്ലാവരും നിയമപരമായിട്ട് പോകണമെങ്കിൽ എല്ലാവരും നിയമപരമായിട്ട് പോകണം. ഞാൻ എന്തായാലും നിയമപരമായിട്ട് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഞാൻ ഇല്ലാത്ത കേസിൽ ഇന്നെ പറഞ്ഞിട്ട് ഇന്നെ ഹവാലക്കാരനാക്കി ഞാൻ നടൻ്റെ പൈസ ഞാൻ തട്ടി. എനിക്കെന്തിനാണ് നടൻ്റെ പൈസ തട്ടേണ്ട ആവശ്യം?